ഫാൻ സ്പീഡ് കൂട്ടിയാൽ കാറ്റും കൂടും, കറണ്ട് ബില്ലും കൂടും. സ്പീഡ് കുറച്ചാൽ കാറ്റും കുറയും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. പലരും തെറ്റിദ്ധാരണ എന്താ അറിയോ, ഏതാണ് മുഴുവൻ സ്പീഡ് ഇട്ടോ എല്ലാത്തിനും കറണ്ട് ഒന്നല്ലേ എന്ന് കരുതും. ആ കാരണം ഇന്ന് മുതൽ മാറ്റിയെടുത്തോളൂ. ലേറ്റ് എത്തി. അപ്പൊ എന്താ വെച്ചു, അവിടെ കറണ്ട് ബന്ധുകൊണ്ടേയിരിക്കുന്നു. ശ്രദ്ധിച്ചോളൂ. ഇതൊന്ന് കൂട്ടി വെച്ചു. അപ്പൊ എത്ര വാട്ടുണ്ട്? 788 വാട്ട്. അതായത് 12 ഫാൻ ഒരേ സമയത്ത്, 13 ഫാൻ ഒരേ സമയത്ത് ഉപയോഗിക്കുന്ന കറണ്ട്. നോർമൽ അത്ര വാട്ട് പവർ വരുന്നത്. നമുക്ക് കരുതും ആ ഫ്രിഡ്ജ് നമ്മൾ തുറന്നിട്ടൊന്നുമില്ല, അടിച്ചു വെച്ചേക്കാം, ശരിയാ. പക്ഷെ അതിൽ കൂടി തണുപ്പ് കറണ്ട് ബില്ല് വേസ്റ്റ് ആയി പോകുന്നുണ്ട്. ആ രീതി എവിടെ എന്ന് മനസ്സിലാക്കണം. ആരെങ്കിലും ടെസ്റ്റ് ചെയ്ത് എത്ര ആയിട്ട് വരുന്നതിന്റെ പേരാണ് കറണ്ട് ബില്ല് കൂട്ടുക. അപ്പൊ എന്ത് ചെയ്യണം? പൊടികള് തുടക്കണം. എങ്ങനെ തുടക്കും? ചുരുക്കാൻ പറയല, എങ്ങനെ തുടക്കും? തുണി കൊണ്ട് തുടക്കും, പിന്നെ മാറാൾക്കോല്, പിന്നെ ചുവര്, പിന്നെ ബ്രഷ്, പിന്നെ ഫാനിലെ പൊടികൾ വൃത്തിയാക്കുന്നതിനും പറയുന്ന പേരാണ് കറണ്ട് ബില്ല് കൂടുക എന്ന്. പൊടി വന്നാലും കറണ്ട് ബില്ല് കൂടി, വൃത്തിയാക്കുകയാണെങ്കിൽ ബില്ല് കൂടി. അപ്പൊ ഏറ്റവും നല്ലത് എന്താ? വൃത്തിയാക്കാതിരിക്കലല്ല, എങ്ങനെ വൃത്തിയാക്കണം എന്നറിയണം. എല്ലാത്തിൻ്റെയും ആൻസർ, ഉത്തരങ്ങൾ നമുക്ക് സ്വന്തമായി ചെയ്യാനാകുന്നതിന്റെ എളുപ്പ വഴികൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത്. മനസ്സിലായല്ലോ? എങ്ങനെ ഉപയോഗിക്കും എന്ന് എളുപ്പത്തിൽ നമ്മളെ കൊണ്ട് ചെയ്യണം. ആ രീതിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ? അതാണ് എന്റെ വിഷയം. ഒന്നാമത് ഓരോ കാര്യം ശ്രദ്ധിച്ചോളൂ. നമ്മൾ പൊതുവെ പറയാറുണ്ട്, നമ്മൾ ഒരു കത്തിയോ കത്രികയോ ദിവസം ഉപയോഗിക്കുന്നു. എളുപ്പത്തിലാണ് സേവി. കാരണം എന്താണെന്ന് വെച്ചാൽ വൈദ്യുതി പ്രതിസന്ധിയുടെ ഏറ്റവും കാരണം ഒന്ന് അറിവില്ലായ്മയാണ്, മറ്റൊന്ന് അശ്രദ്ധയാണ്. അശ്രദ്ധ പറഞ്ഞാൽ ആവശ്യമില്ലാതെ ലൈറ്റ് ഫാൻ ഓൺ ചെയ്യുക, ആ രീതി അത് പറയുന്നില്ല. മറ്റൊന്ന് അറിവില്ലായ്മയാണ്, ഒരു ഉപകരണം എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല. അതിന്റെ എക്സാമ്പിളാണ് ഈ പറയുന്നത്. ശ്രദ്ധിച്ചോളൂ, നമുക്ക് തുടങ്ങാം. സിമ്പിളായിട്ട് തുടങ്ങാം കേട്ടോ. അതേ വിഷയമാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഒന്ന്, നമ്മുടെ വീട്ടിൽ ഇന്ന് എന്ത് ചെയ്തു? ഒരു കത്തി ഉപയോഗിക്കുന്നു. ശ്രദ്ധിച്ചോളൂ, ഒരു കത്തി. ഈ കത്തി നമ്മൾ ദിവസം ഉപയോഗിച്ചാൽ ഒരു 4-5 മാസം കഴിഞ്ഞാൽ കത്തിയുടെ മൂർച്ഛം കൂടുമോ കുറയുമോ? കുറയും. ആ കത്തിയുടെ മൂർച്ഛം കുറഞ്ഞാൽ മൂർച്ഛം കുറവുള്ള കത്തി കൊണ്ട് വീണ്ടും മുറിക്കുമ്പോൾ സമയം കൂടുമോ കുറയുമോ? സമയം ഔട്ടില്ല. മൂർച്ഛം കുറവാണെങ്കിൽ സമയം കൂടൂലേ? മിക്സി വീട്ടിലുണ്ടല്ലോ, മിക്സി ദിവസം ഉപയോഗിക്കുന്നു. മിക്സി ഉപയോഗിക്കുമ്പോൾ മിക്സിയുടെ ബ്ലേഡിന്റെ മൂർച്ഛം കുറയുന്നു. മിക്സിയുടെ ബ്ലേഡിന്റെ മൂർച്ഛം കുറഞ്ഞാൽ അരവാകുവാൻ വേണ്ടി സമയം കൂടുന്നു. മിക്സിയുടെ കാര്യത്തിൽ സമയം കൂടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കറണ്ട് ബില്ല് കൂടി. കറക്റ്റ് അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മളെവിടെ മാറ്റണം. മാറ്റാൻ നമ്മളിവിടെ വൈകുന്നേരം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മതി. മാറ്റം ഓക്കെ, ശ്രദ്ധിച്ചോളൂ. സിമ്പിൾ ആയിട്ട് ആദ്യം ചെയ്യുന്നത്, ഒരു ഫാൻ ഉപയോഗിക്കുമ്പോൾ കാറ്റ് കൂടുമ്പോൾ കറണ്ട് ബില്ല് കൂടുമോ എന്ന് ഞാൻ പ്രാക്ടിക്കൽ ഒന്ന് ചെയ്യാണ് കേട്ടോ. നിങ്ങളിൽ ഉണ്ട് എന്നും ഇല്ല എന്നൊക്കെ ഉണ്ട് അല്ലെ, പല വിധത്തിലും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ സാധാരണ കൂടോ ഇല്ല നമ്മൾ നോക്കാം. സ്പീഡ് കൂട്ടുന്ന സാധനമാണ്. മനസ്സിലായല്ലോ? ഇനി ശ്രദ്ധിച്ചോളൂ. ഞാനങ്ങനെ തുടരും. ഇത് ഫാനായി ആദ്യം സങ്കല്പിക്കണം. ഓക്കെ, നമ്മൾ ഏത് സ്പീഡിലിട്ട് എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ഒന്ന്, ഇത് ഫാനായി നിങ്ങൾ സങ്കല്പിക്കുക. ഇനി ഇതിന് കാറ്റോടെയാണ് ചോദിക്കാൻ നിൽക്കണ്ട. ഇത് ബൾബാണ്. മനസ്സിലായല്ലോ? ഫാനായി. ഇത് റെഗുലേറ്റർ, സ്പീഡ് കൂട്ടുന്ന സാധനം. ഇതിന്റെ പേരാണ് പവർ കിറ്റ് എന്ന് പറയും. അതായത് കറണ്ട് ബില്ല് പോകുന്നത് കാണിക്കുന്ന മെഷീൻ. മനസ്സിലായല്ലോ? ഓരോ ഉപകരണത്തിനും വട്ടല്ല വാട്സ് എന്ന് പറഞ്ഞ സാധനമാണ്. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ശ്രദ്ധിച്ചോളൂ. അത് ഇങ്ങോട്ട് നോക്കട്ടോ, ബൾബിലോട്ട് നോക്കൂ. ഈ ബൾബ് ഞാൻ സ്പീഡ് 0 വീണ്ടും 1 ചെറിയ കാറ്റ്, സ്പീഡ് കൂടി 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 കൂടി. മനസ്സിലായല്ലോ? ഇനി അതേ സമയം എന്റെ കൂടി ചെയ്യണം. ഇനി അടുത്തത് ശ്രദ്ധിച്ചോളൂ. ഒരു ഫാന് ശ്രദ്ധിക്കണം. ഫാന് ഉപയോഗിക്കുമ്പോൾ ഇവിടെ നോക്കണം, ഇവിടെ 0 ആണല്ലോ. ഓക്കെ, ഇനി
ഇനി ഒരു ഫാൻ ഉപയോഗിക്കുന്നു. ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഒരുപാടുണ്ട്. തുടങ്ങാണ്. ഫാൻ സ്വിച്ച് ഓൺ ആയാൽ റെഗുലേറ്റർ സ്പീഡ് 0 ശ്രദ്ധിക്കുക. ഫാനിന്റെ സ്വിച്ച് ഓൺ ആണ്, പക്ഷെ ഇവിടെ 0 ആണ്. ഇവിടെ കറണ്ട് പോകുന്നുണ്ടോ? എത്രയാണ്? 0 അല്ലേ? അല്ലേ? ആണ്. എങ്കിൽ കറണ്ട് പോകുന്നില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ മിക്സി ഉപയോഗിക്കുമ്പോഴും. മിക്സിയിലെ സ്വിച്ച് ഓൺ ആണ്, പക്ഷെ ഇവിടെ ഓൺ അല്ല, കറണ്ട് ബില്ല് പോകൂല. AC ഓൺ ആണ്. പൊതുവെ ഡൗട്ട് വരാം. AC ഓൺ ആണ്, പക്ഷെ അത് ഓഫ് ആയിട്ടുണ്ട്, പക്ഷെ അതിന് ചെറിയ ലൈറ്റ് കത്തുന്നുള്ളൂ, കറണ്ട് ബില്ല് പോകൂല. എല്ലാ ഉപകരണം അതുപോലെ. പക്ഷെ മൊബൈൽ ഫോൺ അങ്ങനല്ല. നോ പ്രോബ്ലം, വർക്ക് ചെയ്യില്ല. ഓക്കെ, അത് ഞാൻ ഇനി മൊബൈൽ ഫോൺ അങ്ങനല്ല. മൊബൈൽ ഫോൺ അത് ഞാൻ ലാസ്റ്റ് നിങ്ങൾ ഡൗട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞുതരാം. ഒന്ന്, ഇനി നോക്കൂ. ഫാൻ സ്പീഡ് 1 ഇടുമ്പോൾ കറണ്ട് ബില്ല് കൂടെ കുറയാക്കാം. ഇടുമ്പോൾ 1 ഇട്ടാൽ എത്ര വാട്ട് വന്നു? 12 വാട്ട്സ്. അതായത് അത്ര സ്പീഡ്. വീണ്ടും ഫാൻ 2 ഇട്ടാലോ 29, ബില്ല് കൂടി. വീണ്ടും 3 ഇട്ടാലോ ബില്ല് കൂടി. 4 ഇട്ടാലോ കൂടി. മനസ്സിലായോ? ഇത് 5ാമത്തേത് കൂടിയോ? പറഞ്ഞു വന്നത് ഫാൻ സ്പീഡ് കൂട്ടിയാൽ കാറ്റും കൂടും, കറണ്ട് ബില്ലും കൂടും. നമ്പർ 1. നമ്പർ 2, ഫാൻ സ്പീഡ് കുറക്കുന്നു. 5ൽ നിന്ന് ഞാൻ 4 ഇട്ടാൽ എത്ര വന്നു? ഇങ്ങോട്ട് നോക്കട്ടോ. 3 കുറഞ്ഞോ? എങ്കിൽ ഇതാണ് കാര്യം. മനസ്സിലാക്കുക. ഇവിടെ ഫാൻ സ്പീഡ് കൂട്ടിയാൽ കാറ്റും കൂടും, കറണ്ട് ബില്ലും കൂടും. സ്പീഡ് കുറച്ചാൽ കാറ്റും കുറയും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. പലരും തെറ്റിദ്ധാരണ എന്താ അറിയോ? ഏതാണ് മുഴുവൻ സ്പീഡ് ഇട്ടോ, എല്ലാത്തിനും കറണ്ട് ഒന്നല്ലേ എന്ന് കരുതും. ആ കാരണം ഇന്ന് മുതൽ മാറ്റിയെടുത്തോളൂ. രണ്ടാമതൊരു കാര്യം പൊതുവെ പറയാറുണ്ട്, നല്ല മഴ പെയ്ത തണുപ്പാണെങ്കിലും പൊതിച്ചൂട്ടി കിടക്കേണ്ടി വരും പലർക്കും. എല്ലാവരും കുട്ടികൾ കാണും ഫാൻ ഇടും. കാരണം എന്താ? സൗണ്ട് ഇങ്ങനെ കേൾക്കണം. സൗണ്ട് കേൾക്കണമെങ്കിൽ സ്പീഡ് 1 2 കറക്കിയ കറണ്ട് ബില്ല് കുറവാണ്. മനസ്സിലായോ? അതിന് 5 സ്പീഡ് വേണ്ട. ഇത് ഒരു കാര്യം. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കുക. ഈ ഫാൻ പോലും മറക്കരുത്. ഫാൻ സ്പീഡ് കൂട്ടിയാൽ കാറ്റും കൂടും, കറണ്ട് ബില്ലും കൂടും. മനസ്സിലായല്ലോ? ഇനി ശ്രദ്ധിച്ചോളൂ. ഒരു ഫാനിൽ പൊടി വന്നു. ശ്രദ്ധിക്കണം. ഒരു ഫാനിന്റെ ലീഫ്, ചിറക്. ഓക്കെ, പ്രയാസപ്പെടുത്തിട്ട് കഴിഞ്ഞിട്ട് പിടിക്കും. ഇത് ഫാനിന്റെ ലീഫായി സങ്കല്പിക്കാം. പ്രയാസപ്പെടുത്തുന്നില്ല, ചിറകായി സങ്കല്പിക്കുക. ഈ ലീഫ് ഇങ്ങനെ ആവൂല ഒരിക്കലും. ലീഫ് ബെൻഡാവും. അതായത് ഒന്നുകിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ. മനസ്സിലായല്ലോ? ഇതിപ്പോ ഇങ്ങനെയാണെന്ന് സങ്കല്പിക്കുക. കുറച്ചുണ്ടാവും, അത്ര ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ബെൻഡായ ലീഫ് ഒന്നല്ലായിരിക്കും, 3 5 എത്ര ചിറകുകളുണ്ടോ ഫാനിന്, അത് മുഴുവനും ഒരേ അളവിൽ ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ടായിരിക്കും. അതേസമയം ഇതിൽ പൊടികൾ വന്നാൽ കുറച്ചങ്ങ് താവും. അതിനത്ര പൊടി ഇല്ലല്ലോ എന്ന് കരുതണ്ട. കറങ്ങുന്ന സമയത്ത് കുറച്ച് പൊടിയാണെങ്കിലും ബാലൻസ് തെറ്റും. മനസ്സിലായല്ലോ? ആ പൊടി വന്നാൽ ബാലൻസ് ചെറുതായി ഒന്ന് തെറ്റും. ചെറുതായി തെറ്റിയാൽ ഏതെങ്കിലും ഒരു ലീഫിന്റെ അളവ് ചെറുത് തെറ്റിയാൽ മതി. എന്നാൽ 3 ലീഫിന്റെയും അളവ് തെറ്റി. മനസ്സിലായല്ലോ? അളവ് തെറ്റിയാൽ കാറ്റ് കുറയും. കാറ്റ് കുറഞ്ഞാൽ വീണ്ടും സ്പീഡ് കൂട്ടും. സ്പീഡ് കൂട്ടുന്നത് എന്താ പറയാ? കറണ്ട് ബില്ല് കൂടാ. അത് ഒന്നാമത്തേത്. പൊടി വന്നാല്. ഇനി ആ പൊടി വൃത്തിയാക്കുന്നു. നോക്കട്ടോ കുറച്ചുകൂടി. ഈ ഫാന് നമുക്കിങ്ങനെ കൈ എത്താത്തത് കൊണ്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നത്? ഒന്ന് ഇങ്ങനെ പിടിച്ച് വൃത്തിയാക്കും. എങ്ങനെ? ഇങ്ങനല്ല, ചൂല് കൊണ്ട് വൃത്തിയാക്കും. അല്ലെങ്കിൽ ആ പൊടി തട്ടി അല്ലെ വൃത്തിയാക്കും. ചിലർ ഇങ്ങനെ പിടിച്ച് ക്ലീൻ ചെയ്ത് ടിഷ് വിടും. പല രീതിയിൽ സംഭവിക്കും. ഇവിടെയും സംഭവിക്കും. എന്ത്? ഈ വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധാപൂർവമല്ല നമ്മൾ വൃത്തിയാക്കുന്നത് എങ്കിൽ ഈ അളവ് ഇങ്ങനെയുള്ളത് ഇങ്ങനെ തിരിയും. അതായത് ഇങ്ങനെയുള്ളത് ഇങ്ങനെ തിരിയുന്നില്ല. ഇങ്ങനെയുള്ളത് 1 ഇഞ്ച് ശകലം തെറ്റി. ഈ തെറ്റുന്നത് ഈ ഏതെങ്കിലും എല്ലാ ലീഫും ഇതുപോലെ ആയിരിക്കും. ഒന്നിങ്ങനെ ആണെങ്കിൽ അടുത്ത ലീഫ് ഇങ്ങനെ ഇതേപോലെ തന്നെ ആയിരിക്കും. എല്ലാം ഏതെങ്കിലും ഒന്നിന്റെ അളവിച്ച് 1 ഇഞ്ച്. അതായത് ഇങ്ങനെയുള്ളത് ഇങ്ങനെയല്ല, ഇങ്ങനെയുള്ളത് ഇങ്ങനെ. നോക്കിയാൽ മനസ്സിലാവില്ല. അതാണ് പ്രത്യേകത. ആ 1 ഇഞ്ച് തെറ്റിയാൽ ക്ലീൻ ചെയ്യുന്ന സമയത്ത് 1 തെറ്റിയാൽ അതിനെ പറയുന്ന പേരാണ് ബാലൻസ് തെറ്റുക. ആ ബാലൻസ് തെറ്റിയാലും കാറ്റ് കുറയും. കാറ്റ് കുറഞ്ഞാൽ വീണ്ടും കാറ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ സ്പീഡ് കൂട്ടും. അപ്പം കറണ്ട് ബില്ല് കൂടി. പൊടി വന്നാലും ബില്ല് കൂടി, വൃത്തിയാക്കുകയാണെങ്കിൽ ബില്ല് കൂടി. ഇനി അങ്ങനെ ബാലൻസ് തെറ്റ് മനസ്സിലായോ?
ഞാൻ പൊതുവെ സിമ്പിളായി കാണിച്ചു കൊടുക്കാറുണ്ട്. ബാലൻസ് നമ്മുടെ വാഹനത്തിന്റെ അലൈൻമെന്റ് തെറ്റിന്ന് അറിയില്ലേ? ഞാൻ അല്ലെങ്കിൽ നോക്കൂ, സിമ്പിളായിട്ട് കാണിക്കാം. ഞാൻ പൊതുവെ കാണിക്കാറെന്ന് വെച്ചാൽ എപ്പോഴും ഷൂ ആണല്ലേ അധികം. നമ്മൾ സാധാരണ ഓടാണ്, നല്ലവണ്ണം ഓടാൻ കഴിയും. അതേസമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു കാലം 4 ചെരുപ്പിട്ടു ഞാൻ, ഒരു കാലം ചെരുപ്പില്ല. എന്നാൽ ഞാൻ ഓടുന്നങ്ങനെ സ്പീഡ് കുറഞ്ഞില്ലേ? ബാലൻസ് തെറ്റി. അതന്നെ ബാലൻസ് തെറ്റത്. അപ്പൊ ഇത് എങ്ങനെ വൃത്തിയാക്കും എന്നാണ് അറിയേണ്ടത്. എങ്ങനെ വൃത്തിയാക്കും എന്നാണ് അറിയേണ്ടത്. ഫാനിന്റെ ലീഫിന്റെ സെന്റർ വശത്ത് ഒരു കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. സ്റ്റൂളോ വല്ലതും വെക്കണം, മനസ്സിലായില്ല? എന്നിട്ട് ഉണങ്ങിയ തുണി കൊണ്ട് മുകൾ വശം വൃത്തിയാക്കണം. ഇങ്ങനെ പിടിക്കാതെ വൃത്തിയാക്കിയുള്ള സംഭവം ബാലൻസ് തെറ്റും 100%. ഞങ്ങൾ പ്രാക്ടിക്കൽ കാണിച്ചു കൊടുക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് ആ 1/2 മണിക്കൂർ കൊണ്ട് ആ പ്രാക്ടിക്കൽ കഴിയുമ്പോഴേക്കും നീച്ചു പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധാപൂർവം എങ്ങനെ എന്ന് മനസ്സിലാക്കി വേണം ക്ലീൻ ചെയ്യാന്. മനസ്സിലായല്ലോ? ഇന്ന് മുതൽ മാറ്റം. രണ്ടാമത്തെ 1 മിക്സി, രണ്ടാമത്തെ ഫാന്, മൂന്നാമത്തേത് നമ്മുടെ അയൺ ബോക്സ്. ഓക്കെ, ഇനി അയൺ ബോക്സ് നോക്കൂ. അയൺ ബോക്സ് ഇവിടെ മൂന്നാമത്തേത് അയൺ ബോക്സ് ആണ്. ശ്രദ്ധിക്കണം. 1 അയൺ ബോക്സ് ഉപയോഗിക്കുമ്പോൾ ആദ്യം അയൺ ബോക്സ് ഉപയോഗിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു അയൺ ബോക്സ് നമ്മള് ഇതേപോലെ കോട്ടക്കൽ മണ്ഡലത്തിൽ ആബിദ് ഹുസൈൻ തങ്ങൾ MLA അടക്കമുണ്ട്. അപ്പൊ ജസ്റ്റ് ടോപ്പിക് പറഞ്ഞപ്പോ അവര് ഏകദേശം 2 മിനിറ്റ് 5 മിനിറ്റ് ഇരുന്നുകൊണ്ട് അവര് 10-15 മിനിറ്റോളം ക്ലാസ്സിലിരുന്നു. ഞാൻ എന്താ വെച്ചാൽ ഇതേപോലെ അത് നോക്കൂലാണ് കൊടുക്കുന്നത്, പിടിക്കുകയാണ്. കൊടുത്താകില്ല MLA കയ്യില്. അവര് വാങ്ങി, കൂടെ ഒരാൾ വന്നു, അത് വേണ്ട ഞാൻ പിടിച്ചോളാം. ഞാൻ സത്യത്തിൽ അങ്ങനെ എല്ലാവരും നമ്മൾ ഒരേപോലെ കാണുന്നത് രീതിയിലാണെങ്കിൽ സോറി കേട്ടോ. അതുകൊണ്ട് കുറച്ചു നേരം എന്നെ കൊണ്ട് ശല്യം ഉണ്ടാവും, ക്ഷമിക്കണം. 1 ഒരു അയൺ ബോക്സ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ, അയൺ ബോക്സ് സ്വിച്ച് ഓൺ ചെയ്തിട്ടാണ് നമ്മളൊരു 15 മിനിറ്റാണ് ഇസ്തിരി ഇടുക. അപ്പൊ 15 മിനിറ്റ് കറണ്ട് ബില്ല് പോകൂല എങ്കിൽ ചില വീട്ടിൽ പോകും, ചില വീട്ടിൽ പോകൂല. പോകുന്ന വീട്ടിൽ നിങ്ങളുണ്ടോ എന്ന് നോക്കി കാണിച്ചു തരാം. 1 ശ്രദ്ധിക്കുക, ഒരു അയൺ ബോക്സ് ഉപയോഗിക്കുമ്പോൾ അതിലെ ഈ ലൈറ്റ്, ഈ അയൺ ബോക്സ് ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ ഈ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ അയൺ ബോക്സ് ഉപയോഗിക്കുമ്പോൾ ലൈറ്റ് കത്തുന്നതിന് പറയുന്ന പേരാണ് ചൂട് വലിച്ചെടുക്കുന്നു, അതായത് കറണ്ട് ബില്ല് കൂടുന്നു എന്ന്. മനസ്സിലായല്ല? അപ്പൊ ഈ ലൈറ്റ് ഓഫ് ആയാൽ അതിനെ പറയുന്ന പേരാണ് ചൂട് നിന്നു, ചൂട് ആവശ്യത്തിനായി, അതുകൊണ്ട് വീണ്ടും കറണ്ട് വലിച്ചെടുക്കൂല. ആവശ്യത്തിന് ചൂടകത്തുണ്ടെങ്കിൽ വീണ്ടും കറണ്ട് വലിച്ചെടുക്കൂല. പക്ഷെ പല വീട്ടിൽ നോർമൽ കേസിൽ ഒരു 10 മിനിറ്റ് ഓൺ ചെയ്യുന്ന ഇസ്തിരിപ്പെട്ടി 4-5 മിനിറ്റ് കറണ്ട് വലിച്ചെടുക്കുള്ളൂ. പക്ഷെ പല വീട്ടിലും അത് 8-9 മിനിറ്റ് കറണ്ട് ബില്ല് വലിച്ചെടുക്കുന്നു. അതിൽ ഒന്നാണ് നിങ്ങളെ വീട്. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇസ്തിരിപ്പെട്ടി ഇങ്ങനെ വെക്കുന്നു. നീ നോക്കട്ടോ, അങ്ങോട്ട് നോക്കൂ, ശ്രദ്ധിക്കണം കേട്ടോ. അല്ലേ ഓക്കെ, താങ്ക് യു. ഇനി ശ്രദ്ധിച്ചോളൂ. ഓക്കെ, സ്വിച്ച് ഇവിടെ നോക്കണേ. സ്വിച്ച് 0 ആണ്, ഇവിടെ കറണ്ട് 0 ആണ്. ഇവിടെ നമ്പർ വാട്ട്സ് കാണിക്കുന്ന സാധനമാണ്. വാട്ട് വിശദീകരിക്കുന്നില്ല. അപ്പൊ ഇവിടെ വാട്ട് വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം കറണ്ട് വരുന്നു എന്നാണ്. അത് ഓർക്കണം. സാർ സ്വിച്ച് ഓൺ ചെയ്യൂ. ലൈറ്റ് കത്തിയോ? സാറിന് കൈ ഇങ്ങോട്ട് വിവരം അറിയും, കൈ തട്ടി. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പല ആക്ഷൻ കാണിക്കും. 1 നോക്കട്ടോ, ശ്രദ്ധിച്ചോളൂ. ലൈറ്റ് കത്തിയോ? അവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലോ. നോക്കട്ടോ, ഇത് ഞാൻ കൂട്ടുന്നു വരുന്നുണ്ടോ? അവിടെ ഇവിടെ ലൈറ്റ് കത്തിയ അവിടെ വരും. ലൈറ്റ് കത്തി. അപ്പൊ എന്താ വെച്ചു? അവിടെ കറണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. ശ്രദ്ധിച്ചോളൂ. ഇതൊന്ന് കൂട്ടി വെച്ചു. അപ്പൊ എത്ര വാട്ടുണ്ട്? 788 വാട്ട്. അതായത് 12 ഫാൻ ഒരേ സമയത്ത്, 13 ഫാൻ ഒരേ സമയത്ത് ഉപയോഗിക്കുന്ന കറണ്ട്. നോർമൽ അത്ര വാട്ട് പവർ വരുന്നത്. ശ്രദ്ധിച്ചോളൂ. ഈ ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്നു, അവിടെ കറണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഈ ലൈറ്റ് ഓഫ് ആയാൽ അതിന്റെ അർത്ഥം ചൂട് ആവശ്യത്തിനായി. അപ്പൊ വീണ്ടും അവിടെ കറണ്ട് വരുന്നുണ്ടോ? ചൂട് ഇവൻ ആവശ്യത്തിന് വാരിയെടുത്താലും വീണ്ടും കറണ്ട് വരുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ശ്രദ്ധിക്കുക. ലൈറ്റ് കത്തുന്നു, കറണ്ട് പോകുന്നു. മനസ്സിലായല്ലോ? ഈ സമയത്ത് ശ്രദ്ധിക്കുക. ഇത് വെച്ചത് ഇങ്ങനെയാണ്, പിടിച്ചതാണ്.
അവിടെ പോയില്ലേ, കറണ്ട് പോയില്ലേ, പോയി. അപ്പൊ ഇവിടെ എന്തായി, ലൈറ്റ് ഓഫ് ആയി. അപ്പൊ ലൈറ്റ് ഓഫ് ആയാൽ വീണ്ടും കറണ്ട് വരൂല. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചോളൂ, പെട്ടെന്ന് വീണ്ടും ഓണാകും. അതിന് കാരണം എന്താ അറിയോ? ഇനി ശ്രദ്ധിച്ചോളൂ, ഈ അയൺ ബോക്സ് ഞാൻ പറഞ്ഞല്ലോ, ചൂട് അകത്ത് വന്നാൽ വീണ്ടും ചൂട് വലിച്ചെടുക്കൂല, കറണ്ട് ബില്ല് കൂടൂല. അപ്പൊ ചൂട് ഇതിന് പോയാലാണ് വീണ്ടും കത്തുന്നത്. ഓക്കെ, എങ്കിൽ ശ്രദ്ധിച്ചോളൂ, അയൺ ബോക്സ് ഇങ്ങനെ വെച്ചാൽ ചൂട് മുഴുവനും പോകൂല. അയൺ ബോക്സ് വെക്കുന്നത് ഇങ്ങനെ. അടുക്കള വശത്ത് നിങ്ങൾ പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചുകാണ് അത് മൂടി വെച്ചാൽ പെട്ടെന്ന് തിളക്കുമോ? തിളക്കും. നിങ്ങൾ മൂടി തുറന്നാലോ പെട്ടെന്ന് തിളക്കുമോ? ഇല്ല, സമയം കൂടൂലേ? ആ രീതി തന്നെയാണ് അയൺ ബോക്സ് കുത്തി വെക്കുന്നത് തുല്യം. അപ്പൊ ചൂട് പെട്ടെന്ന് പോയിക്കൊണ്ടേയിരിക്കുക. ചൂട് പോയാൽ വീണ്ടും ചൂട് വലിച്ചെടുക്കും. അതെന്താ സംഭവിക്കുന്നത്? കറണ്ട് ബില്ല് കൂടി, കറണ്ട് ബില്ല് കൂടി. അപ്പൊ എന്ത് ചെയ്യും? ഇതിങ്ങനെ വെക്കണം. ഡ്രസ്സ് കരിയാതിരിക്കാൻ വേണ്ടി സിമ്പിൾ മെത്തേഡ്, ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഒന്ന്, നമ്മൾ പണ്ടത്തെ സ്ഥിരപ്പെട്ടി എടുത്ത് ആ റിങ്ങില് വട്ട് വെച്ചാൽ മതി. അല്ലെങ്കിൽ മറ്റൊരു കാര്യം എന്താ പറയാ, കട്ടി കുറഞ്ഞ വസ്തു, എന്താ, കോയിൻസ് വെക്കാം, കമ്പി വെക്കാം. കോയിൻസ് മനസ്സിലായി, ചില്ലറ പൈസ, 1 രൂപ 2 രൂപ 5 രൂപയുടെ നാണയങ്ങൾ ഇസ്തിരിടുന്ന മേശപ്പുറത്ത് 2-3 കൊണ്ടുപോയി വെക്കുക. എന്നിട്ടോ ഇസ്തിരിട്ടു വെച്ചു എങ്കിൽ ചൂട് പോകൂല. പോകൂല മീൻസ് മുഴുവൻ ചൂട് പോകൂല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ കറണ്ട് ബില്ല് കൂടൂല. ക്ലിയർ ആയോ? ഞാൻ ഇതാ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യത്തില് ഒന്ന്, വയറും കൂട്ടി നീക്കി തടയണ്ട. ഒന്ന് ഇങ്ങോട്ട് നോക്കൂ. ഞാൻ പറഞ്ഞ മിക്സിയുടെ കാര്യത്തിൽ നിങ്ങൾ ജനിച്ചത് മുതൽ കറണ്ട് ബില്ല് കൂടി. ഇനി ചിലര് കുറക്കുന്നുണ്ട്, കല്ലുപ്പും ഇതൊക്കെ. ആ രീതി ഒന്ന് ചെയ്യുക. ഫാന് രണ്ടാമത്തേത്, മിക്സി ഇത് മൂന്നാമത്തേത്, ഇനി നാലാമത്തേത് ഓപ്പണായി ഉപയോഗിക്കുന്ന ഫ്രിഡ്ജാണ്. അതുകൂടി പറഞ്ഞിട്ട് ബാക്കി നിങ്ങൾക്കുള്ള ഡൗട്ട്. ഓക്കെ, ഡൗട്ട് ചോദിക്കാം. ഒന്ന്, ഫ്രിഡ്ജ്. ഞാൻ ഇസ്തിരിപ്പെട്ടിയെ പറഞ്ഞ ഓർമ്മയുണ്ടോ? ആവശ്യത്തിന് ചൂട് അകത്തെത്തിയാൽ വീണ്ടും ചൂട് വലിച്ചെടുക്കൂല. അതായത് വീണ്ടും കറണ്ട് ബില്ല്, അതായത് ഒരു ഇസ്തിരിപ്പെട്ടി 10 മിനിറ്റ് ഓൺ ചെയ്താൽ 4-5 മിനിറ്റ് ഓൺ ആവുള്ളൂ. പക്ഷെ ചില വീട്ടിൽ സംഭവിക്കുന്നത്, ഇങ്ങനെ വെക്കുന്ന വീട്ടിൽ കൂടുതൽ സമയം. അതിലെ പെട്ടതായിരിക്കും നമ്മളെ വീട്, അല്ലെ? ഇസ്തിരിപ്പെട്ടി ഇങ്ങനെ വെക്കുന്നത്, അല്ലേ? എങ്കിൽ നോക്കൂ, ഫ്രിഡ്ജും അതേ രീതിയാണ്. ശ്രദ്ധാപൂർവ്വം നോക്കണം, പോയിന്റ് മനസ്സിലാവില്ല. ഒരു ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ ആ ഫ്രിഡ്ജ് നിങ്ങൾ ഓൺ ചെയ്ത് മുഴുവൻ സമയം വർക്ക് ചെയ്താലും നോർമൽ സാധാരണ കണ്ടീഷനിൽ 10 മുതൽ 12 മണിക്കൂർ വരെ കറണ്ട് വലിച്ചെടുക്കുള്ളൂ. പക്ഷേ കാരണം എന്താ? ആവശ്യത്തിന് തണുപ്പായാൽ വീണ്ടും തണുപ്പ് വലിച്ചെടുക്കൂല. അപ്പൊ കറണ്ട് ബില്ല് കൂട്ടൂല. ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു, ഇവിടെ ഇല്ലാത്തോണ്ടാ. ഓക്കെ, അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, എങ്കിൽ പല വീട്ടിലും 10 മുതൽ 12 മണിക്കൂർ വരെ കറണ്ട് വലിച്ചെടുക്കുള്ളൂ എന്ന സ്ഥലത്ത് പല വീട്ടിലും 20-24 മണിക്കൂറും കറണ്ട് വലിച്ചു വീടുണ്ട്. അതിൽ പല വീടും നിങ്ങളുണ്ട്. ഇന്ന് മുതൽ കുറക്കാൻ കഴിയും. ഒന്ന് ശ്രദ്ധിച്ചോളൂ, ഫ്രിഡ്ജ് ആരെങ്കിലും ഓഫ് ചെയ്യാറുണ്ടോ? അതാണ് ഏറ്റവും വലിയ തെറ്റ്. ഓഫ് ചെയ്യണം. ഓഫ് ചെയ്താൽ പ്രധാനമായും 3 പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോഴേക്കും തണുപ്പുകൾ പോകുന്നു, ആഹാര പദാർത്ഥം ചീത്തയായി പോകുന്നു. നമ്പർ 1. മറ്റൊന്ന്, ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് പിന്നെ ഓൺ ചെയ്യുമ്പോഴേക്കും കറണ്ട് കൂടുതൽ വലിച്ചെടുക്കുന്നു. നമ്പർ 2, ഫ്രിഡ്ജ് കംപ്ലൈന്റ് വരുന്ന 3 കാര്യം. അതുകൊണ്ടാണ് ഞങ്ങൾ ഫ്രിഡ്ജ് ഓഫ് ചെയ്യാത്തത്, അല്ലെ? എങ്കിലും ഞാൻ പറയൂ, ഫ്രിഡ്ജ് ഓഫ് ചെയ്യണം. കറണ്ട് ബില്ല് കൂടാതെ, ഫ്രിഡ്ജ് കേട് വരാതെ, തണുപ്പ് പോകാതെ ഓഫ് ചെയ്യാൻ പഠിക്കണം. ഫ്രിഡ്ജ് കറണ്ട് ബില്ല് കൂടാതെ, സാധനങ്ങൾ ചീത്തയായി പോകാതെ, ഫ്രിഡ്ജ് കേട് വരാതെ ഓഫ് ചെയ്യാൻ പഠിക്കണം. അതിനൊരു സമയമുണ്ട് കേട്ടോ. ആ സമയത്ത് ആ ഫ്രിഡ്ജ് ഓഫ് ചെയ്യേണ്ടത്. ഏത് സമയം? 6 to 10 എന്ന് പറയാറുണ്ട്. വൈകുന്നേരം 6 മുതൽ 10 വരെ. ഇത് പൊതുവെ ആരാ പറയാറ്? KCB. ഞാൻ രാവിലെ KCB ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ, ജില്ലാ പരിപാടി. അത് ഞാനാ ക്ലാസ് എടുത്തി. ഞാൻ പറഞ്ഞു ഇങ്ങനെ, അതാരാ പറയാറ്? അത് നമ്മള് അല്ലാതെ ആരാ പറയാറ്? KCB. ഞാൻ പറഞ്ഞു, എന്നാൽ
എല്ലാ ഉപകരണവും 6 to 10 ഓഫ് ചെയ്യാം, ശരിയാണ്. പക്ഷേ കാരണം ആ സമയത്ത് പീക്ക് വോൾട്ടേജ് കുറവായതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. പക്ഷേ ഫ്രിഡ്ജ് ഓഫ് ചെയ്യേണ്ടത് ആ സമയമല്ല കേട്ടോ. രാത്രി എൻ്റെ വീട്ടിൽ ഓഫ് ചെയ്യുന്ന ടൈമല്ല നിങ്ങളുടെ വീട്ടിൽ. ഓരോരുത്തരുടെ വീട്ടിൽ സമയ വ്യത്യാസമുണ്ട്. ഈ സമയത്തൊക്കെ ഓഫ് ചെയ്യാം പല വീട്ടിലും. ആ സമയം എപ്പോഴെന്ന് അറിയാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഒന്ന് ആദ്യം മനസ്സിലാക്കേണ്ടത്, ഫ്രിഡ്ജിന്റെ അകത്ത് ആവശ്യത്തിന് തണുപ്പ് ആയാൽ വീണ്ടും തണുപ്പ് വലിച്ചെടുക്കൂല, അതായത് കറണ്ട് ബില്ല് കൂട്ടൂല. അത് മറക്കരുത്. ഇനി ആ ഓഫ് ചെയ്യുന്ന കാര്യം നിൽക്കട്ടെ, അതിന് മുന്നേ വേറെ കാര്യം പറയാം. എന്തുകൊണ്ടാണ് ഫ്രിഡ്ജ് ആവശ്യമില്ലാതെ തുറക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം? നമ്മളെ വീട്ടിൽ ഫ്രിഡ്ജ് നമുക്ക് തുറന്നൂടെ? എന്താ ബുദ്ധിമുട്ട്? എന്താ തുറന്ന പ്രശ്നം? അതാ പ്രശ്നം. ഫ്രിഡ്ജ് ആവശ്യമില്ലാതെ തുറന്നാൽ തണുപ്പ് പോകുന്നു, വീണ്ടും തണുപ്പ് വലിച്ചെടുക്കുന്നു, കറണ്ട് ബില്ല് കൂടുന്നു. അതുകൊണ്ടാണ് നമ്മൾ ആവശ്യമില്ലാതെ ഫ്രിഡ്ജ് തുറക്കല്ലേ എന്ന് പറയാൻ കാരണം, അല്ലെ? എങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങൾ പല വീട്ടിലും ഫ്രിഡ്ജ് തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ആരും ഫ്രിഡ്ജ് അടച്ചു വെച്ചാലും അതിൽ നിന്നും തണുപ്പ് ലീക്കായി പോകുന്നേ ഉണ്ട്. ആ തണുപ്പ് ലീക്കായി പോകുന്നത് കറണ്ട് ബില്ല് കൂട്ടാൻ ഏറ്റവും വലിയ കാരണമാണ്. ലീക്കാകുന്ന 2 കാര്യങ്ങളുണ്ട് ഫ്രിഡ്ജിന്റെ അകത്തുനിന്ന്. നമുക്ക് കരുതും ആ ഫ്രിഡ്ജ് നമ്മൾ തുറന്നിട്ടൊന്നുമില്ല, അടച്ചു വെച്ചേക്കാം, ശരിയാ. പക്ഷെ അതിൽ കൂടി തണുപ്പ് കറണ്ട് ബില്ല് വേസ്റ്റ് ആയി പോകുന്നുണ്ട്. ആ രീതി എവിടെ എന്ന് മനസ്സിലാക്കണം. ആരെങ്കിലും ടെസ്റ്റ് ചെയ്ത് എത്ര കാലമായിട്ട് ഫ്രിഡ്ജിന്റെ കാലപ്പഴക്കം എന്ന് പറയാൻ പറ്റൂല. കാരണം ഞാൻ പൊതുവെ പറയാം, കാലപ്പഴക്കം ചെന്ന വീട്ടുപകരണങ്ങൾ കറണ്ട് ബില്ല് കൂട്ടുന്നത് അത് ശരിയാണ്, സത്യമാണ്. പക്ഷെ ഞാൻ പറയാനെന്താണോ, കാലപ്പഴക്കം ചെന്ന വീട്ടുപകരണങ്ങളും കൂട്ടണം എന്ന് പറയില്ല. കാരണം കറണ്ട് ബില്ല് കൂട്ടും, പക്ഷെ അത് പറഞ്ഞു കൊടുക്കണം. കാരണം അത് കൂട്ടെന്ന് പറയാണെങ്കിൽ പാവപ്പെട്ടവർ എന്താ പറയാനോ, നിജമാറ് പൈസ ഉണ്ടാകും, വാങ്ങാനായിരിക്കും. പക്ഷെ കൂടും എങ്കിലും അതിൽ എളുപ്പ വഴികളുണ്ട്, അത് ശ്രദ്ധിച്ചാൽ മതി. ഒന്ന് ഇത്രയേ ഉള്ളൂ, കാലപ്പഴക്കം അതിനൊരു ബേസിക് കാരണമാണ് തന്നെ. പക്ഷെ സൊല്യൂഷൻ ഉണ്ട്. ഒന്ന് നോക്കിക്കൊണ്ടോ, ഫ്രിഡ്ജ് വാങ്ങിയിട്ട് ഒരു 4-5 വർഷം കഴിഞ്ഞു, അല്ലെങ്കിൽ ചെറിയ മക്കളുണ്ട്, ഇവിടെ ദൈവം ഫ്രിഡ്ജ് തുറക്കുന്നു, തണുപ്പ്, അടച്ചു തുറക്കുന്നു, തണുപ്പ്. ഈ രീതിയൊക്കെ വരുമല്ലോ. ഫ്രിഡ്ജിന്റെ വാതിലിലെ റബ്ബർ വാഷർ, ആ റബ്ബറിന് വിടവ് വരും. ആ വിടവിന്റെ പ്രത്യേകത, അത് പകൽ സമയത്ത് നോക്കിയാലും ആ ഗ്യാപ്പ്, സൂചി ഗ്യാപ്പ കാണൂല. രാത്രി സമയത്ത് നോക്കിയാലും ഗ്യാപ്പ് കാണൂല. പക്ഷെ സംഭവിക്കുന്ന എന്താ, അതിൽ കൂടി തണുപ്പ് പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇപ്പൊ നമ്മൾ വന്നപ്പോ അടച്ചിട്ടുണ്ടല്ലോ, എത്ര വർഷമായി പിടിച്ചു വാങ്ങിയിട്ട്? 10 കൊല്ലം. ഇപ്പൊ ടച്ചോടെ കറണ്ട് ബില്ല് പോകുന്നുണ്ട്. ഇപ്പൊ ക്ലാസ് നിർത്തി പോകണ്ട, കഴിഞ്ഞിട്ട് പോവാം. ഏതായാലും കറണ്ട് ബില്ല് കൂടിയില്ല, കുറച്ചും കൂടിക്കോട്ടെ. ശ്രദ്ധിച്ചോളൂ. ഒന്ന് ഇത്രയേ ഉള്ളൂ, ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ റബ്ബറിന് വിടവുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ആരെങ്കിലും ഇത്രയും കാലമായി ചെക്ക് ചെയ്തോ? എങ്ങനെ വാസൽ കേടം നോക്കിയല്ലേ? അത്രയേ ഉള്ളൂ അല്ലേ? എന്നാൽ അറിയോ, തണുപ്പറിയും. അവർ പോയില്ല, ഫ്രിഡ്ജിന്റെ ഗ്യാപ്പിൽ തണുപ്പറിയും. പക്ഷെ കയ്യിൽ സെൻസ് കുറവാണെങ്കിൽ, തലമുട്ട് കൈയാണെങ്കിൽ ഫീൽ ചെയ്യുകയും ചെയ്യില്ല. ഒരു പ്രശ്നമില്ല. ഞാൻ ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞുതരാം. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ചില വീട്ടിൽ പോകാനാണ് ഫ്രിഡ്ജാണ് തുറക്കുമ്പോ ഡോർ വരുന്നത്. റബ്ബർ എന്താ സംഭവിച്ചത്? റബ്ബറിന് വിടവെന്ന അത് അങ്ങനെ വരേണ്ട ആവശ്യമില്ല. പല വീട്ടിലും റബ്ബർ പക്കാ കറക്റ്റ് ആയിരിക്കും, ഗ്യാപ്പ് വരും, സൂചി ഗ്യാപ്പ്. ഇത്രയേ ഉള്ളൂ. ഇന്ന് നിങ്ങൾ വൈകുന്നേരം ഒരു ഇരുട്ടായ ശേഷം, കൂടാകൂടി ഇരുട്ട് വേണ്ട, ഒരു 7-8 മണിക്ക് ശേഷം ഫ്രിഡ്ജുള്ള റൂമിൽ ചെല്ലുക. ഫ്രിഡ്ജുള്ള റൂമിലെ ലൈറ്റുകൾ മുഴുവനും ഓഫ് ചെയ്യുക, ഫ്രിഡ്ജും ഓഫ് ചെയ്യുക. ഇപ്പോൾ റൂമിനകത്ത് എന്തായി? വെളിച്ചായി, ഇരുട്ടായി. ഈ ഇരുട്ടായ ശേഷം ഒരു ടോർച്ച് കൊണ്ടുവരിക. സാധാരണ ടോർച്ച് ആവട്ടെ, മൊബൈൽ ടോർച്ച് ആവട്ടെ, ഈ ടോർച്ച് കൊണ്ടുവന്ന് കത്തിക്കുക, ഓൺ ചെയ്യുക. എന്നിട്ട് ഫ്രിഡ്ജ് ഓഫാണ്, റൂം ഓഫാണ്, ഓക്കെ, ഇരുട്ടാണ്. ടോർച്ച് കത്തിച്ചിട്ട് ഫ്രിഡ്ജ് തുറന്ന് അതിന്റെ അകത്ത് ടോർച്ച് വെച്ച് ഫ്രിഡ്ജ് അടക്കുക. റബ്ബറിന് വിടവുണ്ടെങ്കിൽ എന്ത് കാണും? വെളിച്ചം. ആ വെളിച്ചം നോക്കി ഇങ്ങനെ ചിരിച്ചാടി. ഇത്രയും കാലം നമ്മളെ കറണ്ട് ബില്ല് കൂട്ടിയ സാധനമാണ്. മനസ്സിലായല്ലോ? ഇനി അങ്ങനെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? സൊല്യൂഷൻ എന്താ? എത്ര വീട്ടിൽ ഈ NSSയുടെ സർവേ നടക്കുന്നുണ്ട് ഈ ഡിസംബർ മാസം ക്യാമ്പില്. പല ടോപ്പിക് കൊടുത്ത് പലർക്കും പല ടോപ്പിക്കാ. ചിലർക്ക് എനർജി കൺസർവേഷനിൽ ഈ സർവേ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ എത്ര വീട്ടിലെ കറണ്ട് ബില്ല് വീർന്ന് നമുക്കറിയാതെ പോകുന്നു. ഉപകരണത്തെ കുറിച്ച് അറിവില്ല. ഞാൻ ഗ്യാപ്പിനെ എന്ത് കാട്ടാ? പക്ഷെ അതാണ് ബുദ്ധിമുട്ട്. ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പറയുന്നുള്ളൂ. വാസറൊക്കെ എടുത്ത് മാറ്റാൻ എന്ത് പ്രയാസ?
അതൊന്നും മാറ്റണ്ട, സിമ്പിൾ ആയിട്ട് മോനെ വാ കഫാസ് ഇവിടെ വാ നോക്കട്ടോ. അത് കൈ ഓക്കെ കാണുന്നുണ്ടല്ലോ. ഇതാണ് ഫ്രിഡ്ജായി സങ്കല്പിക്കുക. ശ്രദ്ധിച്ചോളൂ. ഈ ഫ്രിഡ്ജിന്റെ വാതിൽ തുറക്കൂ, വാതിൽ തുറക്കൂ. ഫ്രിഡ്ജിന്റെ വാതിൽ ആരും ഇങ്ങനെ തുറക്കൂല, ഈ ഇങ്ങനെ തുറക്കും മോനെ. ഇത് മാത്രം കേട്ടോ. ഫ്രിഡ്ജാണ്. ഡോർ തുറക്കുന്നു, തുറന്നു മോനെ നോക്കട്ടോ. തുറന്നു കഴിഞ്ഞാല് ഇവിടെയും ഇവിടെയും നിങ്ങൾക്ക് റബ്ബർ കാണാം. ആ റബ്ബറിന് ഗ്യാപ്പ് വരും എന്നത് ചെക്ക് ചെയ്ത രീതി. ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് എല്ലാം ഓഫ് ചെയ്ത് ഇരുട്ടാക്കിയ ശേഷം ടോർച്ച് ഓൺ ചെയ്ത് കത്തിച്ച് വെച്ച് അടക്കുക. അപ്പൊ വിടവുണ്ടെങ്കിൽ വെളിച്ചം വരും. ആ വെളിച്ചം വരുന്ന വീട് നമ്മുടെ വീടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഉണ്ടെങ്കിൽ പേടിക്കൊന്നും വേണ്ട. നിങ്ങളെ കൂടെ ഇത്രയും കാലം കാര്യം കിട്ടിയിട്ടുള്ളൂ വീട്ടുകാർക്ക്. KCBക്ക് നിങ്ങൾക്കല്ല. ഇത് നോക്കൂ. അടുത്തത് ശ്രദ്ധിച്ചോണ്ടോ, ശ്രദ്ധാപൂർവ്വം നോക്കണം. ഇവിടെ ഗ്യാപ്പ് ഉണ്ട്, ഞാൻ മാർക്ക് ചെയ്തു. ഇവിടെയും ഗ്യാപ്പ് ഉണ്ട്, ഞാൻ മാർക്ക് ചെയ്തു. ഞാൻ ലൈറ്റ് ഓൺ ചെയ്തു. സാധാ പോലെ റൂമിലെ ലൈറ്റ് ഓൺ ചെയ്തു. ഫ്രിഡ്ജ് ഒന്ന് തുറക്കും മോനെ. തുറന്നു. ഇനി ഈ റബ്ബർ ഇങ്ങനെയാണെങ്കിൽ, ഈ ഗ്യാപ്പ് ആണെങ്കിൽ, ഈ ഗ്യാപ്പിന്റെ ഭാഗത്ത് 5 റുപ്യക്ക് ഒരു സൂപ്പർ ഗ്ലൂ വാങ്ങിക്കോളൂ. ഫെവിക്വിക്കോ സൂപ്പർ ഗ്ലൂോ 5 റുപ്യയുടെ സാധാ പേപ്പർ ഒട്ടിക്കുന്ന പ്രശ്നമല്ല. ആ 5 റുപ്യയുടെ സൂപ്പർ ഗ്ലൂ വാങ്ങിയിട്ട് പൊട്ടിച്ചിട്ട് ഒരു തുള്ളി കയ്യിലാക്കാണ്ട് വിവരം അറിയും. ഒരു തുള്ളി എന്ത് ചെയ്യുക, ഒരു തുള്ളി ആ റബ്ബറിന്റെ ഗ്യാപ്പിന് വെക്കുക. ആ മാർക്ക് ചെയ്ത ഭാഗത്ത് ഗ്യാപ്പ് വരും. അപ്പൊ ഗ്യാപ്പ് കാണൂല, അത് പ്രത്യേകത. അപ്പൊ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് കൈയോട് ഇളക്കിയാൽ മതി. അപ്പൊ ഫീൽ ചെയ്യും. അതിൽ 5 റുപ്യയുടെ ആ സൂപ്പർ കൂടി ചെറുത്ത് കൊടുങ്ങാണ്ട് 1 തുള്ളി 2 തുള്ളി വെക്കാം. ഇങ്ങോട്ട് വെക്കാം. അങ്ങനെ വെച്ച് അടച്ചാൽ മതി. മനസ്സിലായോ? ഒന്ന് ഇവിടെ ഞാൻ പറഞ്ഞത് ഇവിടെ പശ വെക്കുക, ഇവിടെയും പശ വെക്കുക, അടക്കുക, തുറക്കാൻ പറ്റൂല. അതായത് പറഞ്ഞത് ഇങ്ങനെ, ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇത് വാതിലാണെങ്കിൽ ഇവിടെ ഒരു റബ്ബറുണ്ട്. ആ റബ്ബർ ഇൻ ബിറ്റ്വീൻ റബ്ബർ ഫ്രിഡ്ജ് ഇതിന്റെ ഇടയ്ക്ക്. ഓക്കെ, മനസ്സിലായോ? ഇതാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ? ഇതാണ് റബ്ബർ ടെസ്റ്റിംഗ്. നമ്പർ 1 ഫ്രിഡ്ജിലെ റബ്ബർ ടെസ്റ്റിംഗ്. നമ്പർ 2 ഓഫ് ചെയ്യുന്ന ടൈം. അത് ശ്രദ്ധിക്കുക. അപ്പൊ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ തണുപ്പ് പോകാൻ പാടില്ല. അത് മനസ്സിലായല്ലോ? മീൻസ് ഈ റബ്ബർ അടച്ചു വെച്ചു, റബ്ബർ ടെസ്റ്റ് ചെയ്തു, അപ്പൊ ഓക്കെയാണ്. ഇനി നിങ്ങൾ ആദ്യം പറഞ്ഞ ഓർമ്മയുണ്ടോ, ഫ്രിഡ്ജ് ഓഫ് ചെയ്ത ശേഷം മീൻസ് ഫ്രിഡ്ജ് ആവശ്യത്തിന് തണുപ്പെടുത്താലും വീണ്ടും തണുപ്പെടുക്കൂല, വീണ്ടും കറണ്ട് ബില്ല് കൂടൂല, അത്രയേ ഉള്ളൂ. മനസ്സിലാക്കണം. എങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ഓഫ് ചെയ്യാൻ സമയമുണ്ട്. ഏത് സമയം? 6 to 10 അല്ല, എല്ലാവർക്കും അല്ല. രാത്രി എന്ന് എല്ലാവർക്കും പറയാൻ പറ്റില്ല. എപ്പോഴാണോ ഫ്രിഡ്ജ് തുറക്കലും അടയ്ക്കലും കുറവ് അപ്പോൾ. മനസ്സിലായില്ല അല്ലെ? ഇവിടെ മീറ്റിങ്ങിന് നിങ്ങൾ വന്നല്ലോ. ഞാൻ നിങ്ങൾ വീട്ടിൽ ആരുമില്ല എങ്കിൽ വീട്ടിൽ ആരെങ്കിലും തുറക്കോ ഈ സമയത്ത്? എങ്കിൽ ഈ സമയത്ത് ഓഫ് ചെയ്യാം. ഇനി 6 to 10 ഫ്രിഡ്ജ് തുറക്കുന്നില്ലെങ്കിൽ ഓഫ് ചെയ്യാം. നമ്മുടെ കല്യാണ വീട്ടിക്കോ മരണ വീട്ടിക്കോ സൽക്കാരത്തിനോ പോയാൽ ആ സമയത്ത് ആരില്ല എങ്കിൽ ഓഫ് ചെയ്യാം. എപ്പോൾ ഓഫ് ചെയ്യാം? തുറക്കൽ കുറവ് എപ്പോൾ അപ്പോൾ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, തുറക്കൽ കുറവുള്ള സമയത്ത് ശ്രദ്ധിക്കുക. ഇത് പടച്ചു വെച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഓഫ് ചെയ്യുന്നു, തുറക്കലില്ല. ഓഫ് ചെയ്താൽ ഇതിന്റെ അകത്ത് നിന്നും തണുപ്പ് പുറത്തു പോകുമോ? ആദ്യം ഗ്യാപ്പ് ഉണ്ടോ എന്ന് നോക്കണം. അത് നോക്കിയ ശേഷം ഇല്ല എങ്കിൽ പിന്നെ തണുപ്പ് പോകൂല. തണുപ്പ് പോകൂല എങ്കിൽ ഫ്രിഡ്ജ് പിന്നെ രണ്ടാമത് ഓഫ് ചെയ്ത് വീണ്ടും ഓൺ ചെയ്യുമ്പോൾ തണുപ്പ് പോകാത്തത് കൊണ്ട് രണ്ടാമത് തണുപ്പ് വലിച്ചെടുക്കൂല, കറണ്ട് ബില്ല് കൂടൂല. ക്ലിയർ ആയോ? മനസ്സിലായാലോ? അപ്പൊ ഓഫ് ചെയ്യുന്ന ടൈം എപ്പോഴാ? മനസ്സിലായാലോ? അത് ഫ്രിഡ്ജ് മാത്രം കേട്ടോ പറഞ്ഞത് 6 to 10. ബാക്കി എല്ലാ ഉപകരണം ചെയ്യാം, പക്ഷെ ഫ്രിഡ്ജ് മാത്രം 6 to 10 എന്ന് പറയാൻ പറ്റൂല. അത് ഇനി ഫ്രിഡ്ജിൽ ഒരുപാട് കാര്യമുണ്ട്. ഫ്രിഡ്ജിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ വീട്ടിലെ ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് നമ്മൾ പോയി നമ്മൾ ഒരു 2-3 മാസത്തിന് ശേഷം ഇങ്ങനെ വരുമ്പോൾ ഫ്രിഡ്ജ് അങ്ങനെ തുറക്കുന്നു. എന്താ സംഭവിക്കുക? സ്മെല്ല് വരും. സ്മെല്ല് ഒഴിവാക്കാൻ എന്താ ചെയ്യാം? സ്മെല്ലടിക്കേ നാരങ്ങ നീര് വെക്കും. അതൊക്കെ പൈസ വെക്കണ്ടേ? പൈസ ഇല്ലാത്ത പരിപാടിയുണ്ട്. ഇത്രേ ഉള്ളൂ, സിമ്പിൾ. ടൈം ഇല്ല പറയാം. ഒന്ന്, ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് നിങ്ങൾ 2-3 ദിവസത്തേക്കോ ആഴ്ചത്തേക്കോ മാസത്തേക്കോ വീട്ടിൽ നിന്നും പുറത്തു പോകുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ.
ഫ്രിഡ്ജ് ഓഫ് ചെയ്ത് പോകുമ്പോൾ ആ ഫ്രിഡ്ജ് ഓഫ് ചെയ്തിട്ട് സാധനം എടുത്തു വെച്ച ശേഷം ഫ്രിഡ്ജിന്റെ അകത്ത് ഒരു പാത്രത്തിൽ കുറച്ച് കരിയില്ലേ, അടുപ്പില്ലേ, വീട്ടില് ഗ്യാസ് ആണെങ്കിൽ അപ്പുറത്ത് വീട്ടിൽ നിർത്താൽ മതി. അടുപ്പിൽ നിന്നും കുറച്ച് കരി എടുത്ത് ഒരു തുറന്ന പാത്രത്തിൽ ആ കരി വെച്ചിട്ട് ഫ്രിഡ്ജിന്റെ അകത്ത് വെച്ചിട്ട് വാതിൽ അടക്കുക. മനസ്സിലായത്? ഫ്രിഡ്ജ് പാത്രം അടച്ചു വെക്കാൻ പാടില്ല. കരി ഫ്രിഡ്ജിന്റെ അകത്ത് വെച്ചിട്ട് പാത്രത്തിൽ വെച്ചിട്ട് വാതിൽ അടക്കുക, എന്നിട്ട് പോവുക. എന്നിട്ട് നിങ്ങൾ എന്നോ പോയി വന്നോ എങ്കിൽ വന്ന ശേഷം ഫ്രിഡ്ജ് തുറന്നിട്ട് ഈ പാത്രം എടുത്തിട്ട് ആ കരി എടുത്ത് ഒഴിവാക്കിയാൽ മതി. കാർബണാണ്, മനസ്സിലായല്ലോ? അത് പെട്ടെന്ന് സ്മെല്ല് വലിച്ചെടുക്കും. അതുകൊണ്ട് നാരങ്ങ വെച്ച് പൈസ കളയണ്ട. പിന്നെ ക്ലീനിങ്ങോ അത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യണം. മനസ്സിലായല്ലോ? ഇങ്ങനെ ഒരുപാട് കാര്യം ഫ്രിഡ്ജ് ഞാൻ പറഞ്ഞത് കാലപ്പഴക്കം ചെന്ന വീട്ടുപകരണങ്ങൾ കറണ്ട് ബില്ല് കൂട്ടുമെന്ന് ശരിയാ, പക്ഷെ അതിനേക്കാൾ എത്ര കാര്യങ്ങൾ നമുക്ക് ചെയ്യാണ്ട് സിമ്പിൾ ആയിക്കാണ്ട്. ഒന്ന് ഈ ലീക്കേജ് ടെസ്റ്റ് ചെയ്യാം. ഓഫ് ചെയ്യുന്ന ടൈം ഫ്രിഡ്ജിന്റെ ഐസ് ആകുന്ന ഭാഗമുണ്ടല്ലോ, ഫ്രീസർ വശം, ആ ഐസ് മഞ്ഞുമല പോലെ അതിന് പറയുന്നത് വേറെന്താ അറിയോ? മഞ്ഞുമല പോലെ ഐസ് ഉണ്ടാവും. അതുകൊണ്ട് തുറന്നാ കാണാൻ നല്ല ഒരു തണുപ്പ് ഇങ്ങനെ വീശി അടിക്കുന്നത്. അതിന് പറയുന്ന പേരറിയോ? കറണ്ട് ബില്ല് കൂടുന്നു. മഞ്ഞുമല പോലെയുള്ള വീട്ടിലെ ഫ്രിഡ്ജിന് പറയുന്ന പേര് കറണ്ട് ബില്ല് കൂട്ടുന്നു. അപ്പൊ എന്ത് ചെയ്യാ? ഫ്രിഡ്ജ് ഒഴിവാക്കണ്ട, എളുപ്പ വഴിയുണ്ട്. ഓക്കെ, ആഹാര പദാർത്ഥങ്ങൾ ഫ്രിഡ്ജിന്റെ അകത്ത് കുത്തി നിറക്കാൻ പാടില്ല എന്ന് പൊതുവെ പറയാറുണ്ട്. കുത്തി നിറച്ചാൽ വെയിറ്റ് കൂടും, കനം കൂടും, ചൂട് കൂട്ടും, കറണ്ട് ബില്ല് കൂട്ടും. ശരിയാ? അപ്പൊ എന്ത് ചെയ്യാ? കുത്തി നിറക്കാറുണ്ടോ? ചിലവരല്ലേ ഒന്നിക്ക് ഉദയത്തിന് നിറച്ചു കിട്ടണം, അല്ലെങ്കിൽ എന്ത് സർക്കാർ കഴിയണം ഫംഗ്ഷനെ. കുത്തി നിറക്കാൻ പ്രശ്നമില്ല. കുത്തി നിറക്കാൻ പ്രശ്നങ്ങൾ മുഴുവനുണ്ട്, പക്ഷെ പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ കുത്തി നിറക്കാൻ പഠിക്കണം. എല്ലാത്തിനും സിമ്പിൾ മെത്തേഡ് ഉണ്ട്. അത് അറിയാതെ പോയതാണ് നമുക്ക് വന്ന ഏറ്റവും വലിയ മണ്ടത്തരം. ഇനി ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് തരാം. കാരണം ആ പോസ്റ്ററിൽ തന്നെ അതാ നിങ്ങൾക്കുള്ള ഗൃഹ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കൾക്ക് സംശയം ചോദിക്കാൻ ഒരു ചങ്ങാതി വരുന്നുണ്ട് അല്ലെ? അപ്പൊ നോക്കട്ടോ, ശ്രദ്ധിച്ചു. എത്ര വീട്ടിൽ കറണ്ട് അടുപ്പുണ്ട്? കറണ്ട് അടുപ്പ് ഓക്കെ, നമ്മുടെ കുടുംബത്തിലെങ്കിലും ഉണ്ടോ? കൈ പൊക്കാത്തൊരു കുടുംബത്തിലെങ്കിലും ഉണ്ടോ എങ്കിൽ മനസ്സിലാക്കൂ. നോർമൽ ഒരു ഇസ്തിരിപ്പെട്ടിക്ക് എത്ര കറണ്ട് ബില്ല് വന്ന് ശരാശരി? വാട്ട്സ് 788, ഒരു 750 എന്ന് കൂട്ടാം. നോർമൽ ഒരു കറണ്ട് അടുപ്പിന് 3 ഇസ്തിരിപ്പെട്ടിയുടെ അടുത്ത് കറണ്ട് ബില്ല് വരും. അത് ഞാൻ പറയാറെന്താ അറിയാം, ഏത് ഉപകരണം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീട് ഹൗസ്വാമിങ് കഴിഞ്ഞതാ. ഞാൻ നാട്ടിൽ മാഷിന്റെ ബാക്കിൽ ഇരിക്കുന്നത് രാജേഷ് മാഷ്, അവരൊക്കെ എന്റെ വീട്ടിൽ വന്നതാ. എന്റെ സുഹൃത്തു കൂടിയാണ് സ്കൂളിലെ. അപ്പൊ നോക്കൂ, അപ്പൊ എന്താ വെച്ചാല് എന്റെ വീട്ടിൽ AC ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, കറണ്ട് അടുപ്പുണ്ട്, എല്ലാം ഉണ്ട്. ഇങ്ങോട്ട് ചങ്ങായി ഇങ്ങനെ പറയുന്നത് ഉപയോഗിക്കുന്ന പ്രശ്നം, ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധ എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയാത്ത പ്രശ്നം. ഒരു കറണ്ട് അടുപ്പ് ഉപയോഗിക്കാൻ എന്തോ ഒരു എളുപ്പ വഴിയുണ്ട്. ഈ അടുപ്പ് 2 വിധമുണ്ട് പൊതുവെ. ഒന്ന് ഈസി കുക്ക് എന്ന് പറയും നമ്മള്, ഒന്ന് സാധാരണ അടുപ്പും. ഏതാ കറണ്ട് അടുപ്പ് ലാഭം? പരസ്യത്തിൽ ഈസി കുക്ക, പ്രാബല്യത്തിൽ ഈസി കുക്ക അല്ലെ? ഇത് മനസ്സിലായി. ഈസി കുക്കിന് പ്രത്യേകതകളുള്ളൂ. ഒന്ന്, അത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടൂല, ഏജൻസി വഴിയല്ലേ വാങ്ങാൻ കിട്ടുക. പക്ഷെ സാധാരണ അടുപ്പോ ഏത് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. മറ്റൊരു കാര്യം എന്താ അറിയോ? സാധാരണ അടുപ്പാണെങ്കിൽ, സാധാരണ ഈസി കുക്കാണെങ്കിൽ പാത്രങ്ങൾ വെക്കുന്നത് സെറാമിക് കോട്ടിങ് എന്ന ഒരു വെള്ള പ്രതലത്തിലല്ലേ? നോക്കിയിട്ടുണ്ടോ? കളിമൺ കോട്ടിങ് എന്നൊക്കെ പറയുന്നത്, ആ സർക്കിൾ വരുന്നത്. അതേ സമയം മറ്റു സാധാരണ അടുപ്പോ ഒരു ഗ്ലാസിന്റെ മുകളിലല്ലേ? കറണ്ട് ബില്ലോ രണ്ടും ഒന്നാണെന്ന് ഈ സാധനം തെളിയിച്ചിട്ടുണ്ട്. ടൈം ഉണ്ടെങ്കിൽ ഞാൻ അതും കാണിച്ചു തന്നിരുന്നു. ഓക്കെ, അപ്പോ കറണ്ട് ബില്ല് രണ്ടും ഒന്നാണ്. പക്ഷെ അതിൽ 3 ഇസ്തിരിപ്പെട്ടിയോളം കറണ്ട് ബില്ലും. അതിങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ മതി. അങ്ങോട്ട് ഇന്നെ മൊത്തോട്ടല്ല, ആ കറണ്ട് അടുപ്പ് ഉപയോഗിക്കുമ്പോ അതിങ്ങനെ നിൽക്കുമ്പോ കൂട്ടി 2000 വാട്ട് പെട്ടെന്നാകുന്നു. എന്താ പെട്ടെന്നായത്? 3 ഇസ്തിരിപ്പെട്ടി ഒരേ സമയത്ത് കറണ്ട് ബില്ല് പോവാം. പക്ഷെ അത് ഉപയോഗിക്കേണ്ട രീതി ഇങ്ങനെ നോക്കട്ടോ. നിങ്ങളുടെ വീട്ടിൽ കറണ്ട് അടുപ്പ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ നടുവിൽ സെന്ററിൽ ഒരു പ്രതലത്തിൽ ഒരു സർക്കിൾ കാണാറുണ്ടോ? വട്ടം. ഇനി വീട്ടിലില്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആ വട്ടം എന്താണ് സൂചിപ്പിക്കുന്നത്? അതിനുള്ളിൽ കൊള്ളുന്ന പാത്രങ്ങൾ വെക്കാം. 3 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, അതിന്റെ ഉള്ളിൽ കൊള്ളുന്ന പാത്രങ്ങൾ വെക്കാവൂ, അല്ലെങ്കിൽ അതേ വലിപ്പമുള്ള പാത്രം വെക്കാവൂ, അല്ലെങ്കിൽ അതിന്റെ പുറത്തോട്ട് ആക്കൽ കുറവാ. ചെമ്പട്ടിയൊക്കെ അത് കൊള്ളില്ലല്ലോ. ഇനിയോ ചെറിയ പാത്രം വെച്ചാൽ പി എന്ന സൗണ്ട് വരും, എങ്കിൽ അടിയിൽ പിടിക്കും ചെയ്യും പ്രശ്നങ്ങൾ ചിലത് കേട്ടോ. എങ്കിൽ ഈ വലിപ്പമുള്ള ആ അടുപ്പൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതിനകത്ത് ഒരു ചെമ്പ് കമ്പിയോട് ചുറ്റി വെച്ചിട്ടുണ്ട്, കോയിൽ എന്ന ടൈപ്പിൽ. അതിന്റെ അവസാനത്തെ റൗണ്ടാണ് ഈ പുറത്ത് കാണുന്ന റൗണ്ട്. ശ്രദ്ധിച്ചോളൂ, വ്യക്തമായി മനസ്സിലാക്കോളൂ. ഇല്ലാത്തവർ ഉള്ളവർക്ക് പറഞ്ഞു കൊടുത്തോളൂ. ഈ വസ്തു ഉപയോഗിക്കുമ്പോൾ ഞങ്ങൾ കാണിക്കാറുണ്ട്, സമയമില്ലാത്തതുകൊണ്ട് കേട്ടോ.
ഇതിങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഇത് വലിപ്പമുള്ള പാത്രമാണ് നമ്മൾ വെക്കേണ്ടത്. സത്യം അതാണ്. പക്ഷെ അതിന് ആകെ 1-2 കിട്ടുള്ളൂ പാത്രം. പക്ഷെ 2 ആൾ വീട്ടിൽ വന്നാൽ ചായ ഉണ്ടാക്കി കൊടുക്കണം. ഗ്യാസും കഴിഞ്ഞു, അടുപ്പുമില്ല, ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യാ? നമ്മൾ ചെറിയ പാത്രം വെക്കില്ല. PP എന്ന സൗണ്ട് അല്ലാത്ത പാത്രം വെച്ചു. ശ്രദ്ധിക്കണേ, പാത്രത്തിന്റെ ആ റൗണ്ടിന്റെ അളവ് ഇത്, പാത്രത്തിന്റെ വട്ടം ഇത്, മനസ്സിലാക്കണം. ഇത് ഓക്കെ, വർക്ക് ചെയ്തു. അപ്പൊ ഇത്രയും സ്ഥലം എന്താ വർക്ക് ചെയ്യുമ്പോൾ വേസ്റ്റ്. എത്ര വേസ്റ്റ് അറിയോ? ഒരു ഇസ്തിരി പെട്ടി ഒരു സമയം അങ്ങനെ നമ്മൾ വെറുതെ ഓണാക്കി വെക്കാം. നല്ല ഉപയോഗിച്ചോളൂ. ഞങ്ങൾ KCBക്ക് ഇനി ശമ്പളം കിട്ടിയിട്ടില്ല, പെട്ടെന്ന് വാങ്ങണം. അത് നല്ല ഉപയോഗിച്ചോളൂ, ഞങ്ങൾക്ക് ലാഭമാണ്. പറഞ്ഞു വന്നത്, ഒരു ഇസ്തിരി പെട്ടി വെറുതെ ഉപയോഗിച്ച് വേസ്റ്റ് ആക്കുന്ന തുല്യമാണ് ആ ഇൻഡക്ഷൻ കുക്കറിൽ ഈ ഗ്യാപ്പ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? വലിയ പാത്രം കിട്ടൂല. ഇതന്നെ വെക്കാം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചെയ്യുന്ന കാര്യത്തിൽ തന്നെ ചെയ്യാൻ പറ്റും. ചെറിയ പാത്രം വെച്ചോളൂ, ഒരു കുഴപ്പമില്ല. എന്ത് ചെയ്താൽ മതി? ബാക്കി വരുന്ന സ്പേസിൽ ഉണങ്ങിയ തുണി ഉണ്ടല്ലോ, ക്ലോത്ത്, നനവുള്ള തുണി, നനവല്ല ഉണങ്ങിയ തുണി ഒന്ന് ചുറ്റുഭാഗം ഒന്ന് കൊണ്ടുപോയി ഇട്ടാൽ മതി. എന്നാലോ ഈ ചൂട് ഇവിടെ വരൂല, ചൂട് അങ്ങോട്ട് പോകും. മനസ്സിലായല്ലോ? ഇതിന് താഴെട്ടു. അപ്പൊ എന്ത് സംഭവിക്കാം? കറണ്ട് അത് വരുള്ളൂ, പക്ഷെ പെട്ടെന്ന് ആകും. മനസ്സിലായോ? എന്തോ ഒരു കാര്യം അല്ലെ? എത്ര കറണ്ട് ബില്ല നമുക്ക് അറിയാതെ പോയത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കൊന്ന് ഓടിച്ചു പോകാം. ആ മിക്സി, ഇത്ര കാലം ബില്ല് പോയി. ഫാന് ഞങ്ങൾ ലാഭിച്ചു, നിങ്ങൾ നഷ്ടത്തിൽ. 2 ഫ്രിഡ്ജ് ലീക്കേജ് നോക്കില്ല, ഓഫ് ഇനി തീരെ ഓഫ് ചെയ്യാത്തവര്, ഫ്രിഡ്ജ് വിട്ടതാണ്, തീരെ ഓഫ് ചെയ്യാത്തവർ ഇന്ന് പോയിട്ട് ഒരു 2 മണിക്കൂർ, ഒരു 4 മണിക്കൂർ കൊണ്ട് നിൽക്കാതെ ഓഫ് ചെയ്യണ്ട. പിന്നെ നാളെ അത് ഫ്രിഡ്ജ് നീക്കൂല. ഫ്രിഡ്ജ് തീരെ ഓഫ് ചെയ്യാതെ പല വീട്ടിലും ഫ്രിഡ്ജ് ഓഫ് ചെയ്യപ്പോഴറിയാം, കറണ്ട് പോകണം, എന്നാ ഓഫായി. ഫ്രിഡ്ജ് ഓഫ് ചെയ്യാൻ ടൈം ഇത്രയേ ഉള്ളൂ. ഒന്ന് തീരെ ഓഫ് ചെയ്യാത്തവർ അത് 1 മാസം 1 മണിക്കൂർ ഓഫ് ചെയ്തോളൂ, പിന്നെ 2 മണിക്കൂർ, പിന്നെ 3 മണിക്കൂർ, പിന്നെ എങ്ങനെ റെയിലിൽ കയറിക്കോളൂ. എന്നാലും മാക്സിമം 3 മണിക്കൂറൊക്കെ. ചിലർ പുതിയ ഫ്രിഡ്ജാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്താ 4 മണിക്കൂർ ഓഫ് ചെയ്താൽ ഗ്യാരണ്ടി ഇല്ലേ? ഒരു പറ്റില്ലേ അല്ലേ? അങ്ങനെ കരുതണ്ട. എങ്കിലും 3-4 മണിക്കൂർ. മനസ്സിലായല്ലോ? ഓരോ ഉപകരണത്തിനും എത്ര ഞാനൊരു സർവേക്ക് പോയി കേട്ടോ. NSSന്റെ സർവേക്ക് പോയപ്പോൾ ഒരുപാട് ചിരിച്ചു. പക്ഷെ വീട്ടിലത്തെ ഉമ്മമാരെ ചെയ്തു തരുന്നു. എന്റെ വീട്ടിൽ നിന്ന് കളി ചിരിക്കലാണ്. സംഭവം എന്താ വെച്ചാല് ഇതാണ്, നിങ്ങൾ വീട്ടിലുണ്ടാവും. ഫ്രിഡ്ജില് ബാക്കിൽ കൂടി പാത്രത്തിൽ കൂടി വെള്ളം നിറയല്ലോ. എങ്ങിട്ട് ആ വെള്ളം നിറഞ്ഞിട്ട് അതിന്റെ അടിയിൽ വേറെ പാത്രം വെച്ചെടുത്തിരുന്നത്. ഇത് നിങ്ങൾ ചിരിക്കാണ്ട് നിങ്ങളുടെ വീട്ടിൽ പല വീട്ടിലും ഉണ്ടാവും. കണ്ടിട്ടുണ്ടല്ലോ? കുളിർ പറ്റിയ സ്ഥലം. അതിനെന്താ കാരണം അറിയോ? ആയിക്കോട്ടെ, ഒരു കമ്പി പാസ് ചെയ്യുന്നുണ്ട്, ഹീറ്റർ. അത് ജസ്റ്റ് പൊങ്ങിയതാ. ഫ്രിഡ്ജ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോ അത് പൊങ്ങുന്നതാ. അത് ജസ്റ്റ് കാലോട് ചൂട്ടിയ പോലെ. ആ കമ്പി സിമ്പിളായില്ലേ? വേറെ പാത്രം ഇങ്ങോട്ട് ഇങ്ങനെ എടുത്ത് ഒഴിവാക്കാം പുറത്തേക്ക്. എത്താ ചോദിച്ചോ? മാറ്റണ്ട. അത് ആ പാത്രത്തിൽ കൂടി ഒരു ഹീറ്റർ പാസ് ചെയ്യുന്നുണ്ട്, കമ്പി. അത് പെട്ടെന്ന് വലിച്ചിങ്ങനെ എടുക്കും. അത് പെട്ടെന്ന് പറ്റും. ആ ഹീറ്റർ കമ്പി പാത്രം ഇങ്ങനെയും കമ്പി ഇങ്ങനെയാണ്. ഇപ്പൊ നോക്കി ഫ്രിഡ്ജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി നീക്കിയപ്പോ കമ്പി ഇങ്ങനെയായി, പാത്രം അടിയിലുമായി. അപ്പൊ എന്താ? വെള്ളം നിറഞ്ഞൊഴിക്കുകയാണ് ചെയ്യുന്നത്.